പാലക്കാട് ഷൊർണൂരിൽ വയോധികനെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്നു. 75-കാരനായ ബേബി അഗസ്റ്റിനാണ് മർദ്ദനമേറ്റത്. മൊബൈൽ പാസ്വേഡ് നൽകിയില്ലെങ്കിൽ കിണറ്റിൽ തള്ളിയിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ആക്രമണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. പാലക്കാട് നിന്നും M. വിഷ്ണു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ആരാണ് ഇവരെ ആക്രമിച്ചത്? എന്താണ് പോലീസിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? നവമി, ഇന്നലെ ഉച്ചയോടുകൂടിയാണ്, ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഷൊർണൂർ സ്വദേശി ബേബി അഗസ്റ്റിൻ എന്ന 75-കാരൻ ഈ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് കൂടെ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വീട്ടിലേക്കുള്ള റെയിലിൽ കിടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് പോകും വഴി ഒരു അജ്ഞാതൻ, യുവാവായ അജ്ഞാതൻ പുറകെ ഓടിയെത്തി ഇയാളെ ആക്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോണും പണവും കവരുകയായിരുന്നു. സ്മാർട്ട് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ പറയുകയും വയോധികൻ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ കിണറിൽ തള്ളിയിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് സംഭവങ്ങൾ ഉണ്ടായത്. തുടർന്ന് വയോധികൻ ബഹളം വെച്ചപ്പോൾ സമീപത്ത് റെയിൽവേ ജീവനക്കാരനോ ട്രാക്മാൻമാരുണ്ടായിരുന്നു. അവരോടിയെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോഴേക്കും അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ വയോധികന്റെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അക്രമം നടക്കുന്ന കുറച്ച് മുൻപ് വരെയുള്ള CCTV ദൃശ്യങ്ങൾ, കുറച്ച് അകലെയുള്ള CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അക്രമം നടന്ന സ്ഥലത്ത് ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. എങ്കിലും ഈ അജ്ഞാതൻ കടന്നു കളയാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെയൊക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ആളുകളെ കണ്ട് തെളിവെടുപ്പ് നടത്തി അന്വേഷിച്ചു വരുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എങ്കിലും ഇപ്പോൾ ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. ശരി, പാലക്കാട് നിന്നും വിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത്. വയോധികനെ ആക്രമിച്ചാണ് മൊബൈൽ ഫോൺ തട്ടിയെടുത്തത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.